മൈ ഡിയർ ആസ്പിറൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കോഡഡ് ഇൻഇക്വാളിറ്റി. നമ്മൾ ബേസിക് ഇൻഇക്വാളിറ്റിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിലിംസിന് ഉറപ്പായിട്ടും ഒരു മിനിറ്റിൽ എങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാം, പെന്നിന്റെയും പേപ്പറിന്റെയും ഒന്നും സഹായം ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ എല്ലാവരും പഠിച്ചു അല്ലെ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയിൻസിന് ചോദിക്കുന്ന കോഡഡ് ഇൻഇക്വാളിറ്റി ആണ്. ബേസിക് ഇൻഇക്വാളിറ്റി ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിന് ചോദിക്കുക കോഡഡ് ഇൻഇക്വാളിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, അതുപോലെ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഒരു മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ കോഡഡ് ഇൻഇക്വാളിറ്റിയിൽ നോക്കാനായിട്ട് പോകുന്നത്. എങ്കിലും ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, എന്താണ് കോഡഡ് ഇൻഇക്വാളിറ്റി നോക്കാം. ഓൾറെഡി നമ്മൾ ഇൻഇക്വാളിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇൻഇക്വാളിറ്റി സിംബൽസ് ഉണ്ടായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇൻഇക്വാളിറ്റി സിംബൽസ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു. ഇത്രയായിരുന്നു നമ്മുടെ ഇൻഇക്വാളിറ്റി സിംബൽസ്. നമുക്ക് ബേസിക് ഇൻഇക്വാളിറ്റിയിൽ ഈ ഇൻഇക്വാളിറ്റി സിംബൽസും ആൽഫബറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു വരിക അല്ലെ. അപ്പോൾ ഇവിടെ കോഡഡ് ഇൻഇക്വാളിറ്റിയിൽ ഈ സിംബൽസ് ആയിരിക്കില്ല, വേറെ സിംബൽസ് ആയിരിക്കും വരിക. അപ്പൊ അതിന് നമ്മളൊരു ബോക്സ് മെത്തേഡാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനൊറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ സിംബൽസിനെ ഞാൻ ഒരു ബോക്സിൽ അങ്ങാക്കുക. ശ്രദ്ധിക്കണേ. അതായത് നമ്മുടെ ഈ ഇൻഇക്വാളിറ്റി സിംബലിനെ ഞാൻ ഒരു ബോക്സിൽ അങ്ങ് പ്ലേസ് ചെയ്യാം. ഒന്നുമില്ല, വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. അതായത് നമ്മളിതേ താഴെ ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മുകളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നടുക്ക് ഈക്വൽ ടു. ഓർത്തിരിക്കാൻ വല്ല പാടുണ്ടോ? ഒന്നുമില്ല. താഴെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മുകളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നടുക്ക് ഈക്വൽ ടു. ഇത്രേ മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിന് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇവിടെ ഞാൻ 1, ഇത് 1'. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ 1 ഡാഷ് എന്ന് കൊടുത്തത്? ഒന്നുമില്ല, ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഇൻവേഴ്സ് അല്ലേ. ഗ്രേറ്റർ ദാൻ്റെ ഇൻവേഴ്സ് ആണ് ലെസ് ദാൻ, അതേപോലെ തന്നെ ലെസ് ദാൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്? ഗ്രേറ്റർ ദാൻ. ഇവിടെയോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന്റെ ഇൻവേഴ്സ് ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ ഇൻവേഴ്സ് ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയെങ്കിൽ ഈക്വൽ ടുവിന്റെ ഇൻവേഴ്സ് ആര് തന്നെയാ? ഈക്വൽ ടു. ഇത് ഓർത്തിരിക്കാൻ ഒരുപാട് ടെൻഷന്റെ ആവശ്യമുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഇത് 1 ഡാഷ്. അപ്പൊ ഞാൻ ഇവിടെ 2 ഡാഷ്. ഗ്രേറ്റർ ദാൻ്റെ ഇൻവേഴ്സ് അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന്റെ ഇൻവേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ ഇൻവേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എങ്കിൽ ഇവിടെ ഈക്വൽ ടു 3 ഡാഷ്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിൽ ഇരുന്നാൽ മതി. ഈ ബോക്സിൽ എവിടെയൊക്കെയാണ് ഞാൻ സിംബൽസിനെ പ്ലേസ് ചെയ്തേക്കുന്നത്? താഴെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മുകളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നടുക്ക് ഈക്വൽ ടു. ഇത് ഓർത്തിരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ 1, 2, 3, 1 ഡാഷ്, 2 ഡാഷ്, 3 ഡാഷ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. ഒരു കാര്യം കൂടെ എക്സ്ട്രാ, ഈ 1ഉം 2ഉം 3ഉം, അതായത് നമ്മൾ ഈ പറഞ്ഞ 1ഉം 2ഉം 3ഉം ഇവരൊരു ഗ്രൂപ്പാ. ഈ 1ഉം 2ഉം 3ഉം ഒരു ഗ്രൂപ്പാ. അവരൊറ്റ കട്ടയ്ക്ക് നിൽക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ 1 ഡാഷും 2 ഡാഷും 3 ഡാഷും ഒരു ഗ്രൂപ്പാ. ഇവർ തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ല. അപ്പൊ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്ന് തോന്നുന്നുണ്ടാവും. തൽക്കാലം വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. തൽക്കാലം ഈ പൊസിഷൻസ് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ തനിയെ നിങ്ങൾ ഏത് മെത്തേഡിലാണോ പഠിച്ചിട്ടുള്ളത് ആ മെത്തേഡിൽ ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എഴുതി ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ എത്രത്തോളം സമയം എടുക്കും? നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കിന് കുറേ ടൈം എടുക്കും. നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സാധാരണ നമ്മുടെ ബേസിക് ഇൻഇക്വാളിറ്റിയിൽ നിന്ന് ഈ കോഡഡ് ഇൻഇക്വാളിറ്റിയിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, B star C means B is not smaller than C. നേരത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? A less than B equal to C greater than B ഇങ്ങനെയായിരുന്നു. ഇവിടെ നോക്കിക്കേതേണ്ട കുറെ സിമ്പിൾസാ പറഞ്ഞേക്കുന്നത് അല്ലെ. പെർസെൻറ്റേജ്, എക്സ്ക്ലമേറ്ററി, ഡോളർ, റേസ് ടു, ഇതെല്ലാം സിമ്പിൾസാ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോഡഡ് ഇൻഇക്വാളിറ്റി.
നമുക്ക് ഇപ്പം പ്രിലിംസിന് ബേസിക് ആണ് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ എല്ലാത്തിൻ്റെയും കോഡഡ് ആ ചോദിക്കുക. കോഡഡ് ഇൻഇക്വാളിറ്റി പോലെ തന്നെ നമുക്ക് കോഡഡ് സിലോജിസം ഉണ്ട്, കോഡഡ് ഡയറക്ഷൻ ടെസ്റ്റ് ഉണ്ട്, കോഡഡ് ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഞാൻ നമ്മുടെ ടോപ്പിക്കിന് തെന്നി മാറിയതല്ല, ഇതൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇതൊക്കെ നമുക്ക് മെയിൻസിന് വേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാ ചെയ്യുക? അപ്പോൾ ഓൾറെഡി അവർ നേരത്തെ ഡിക്ലെയർ ചെയ്ത ഒരു സംഭവമാണ് ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ബി ഈസ് നോട്ട് സ്മോളർ ദാൻ ബി സി. അതേപോലെ ബി പെർസെൻറ്റേജ് സി മീൻസ് ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ സി. ബി എക്സ്ക്ലമേറ്ററി സി മീൻസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു സി. ആൻഡ് ഡോളർ സി മീൻസ് neither smaller than nor equal to c. and b raised to c means b is neither greater than nor smaller than c. ഇങ്ങനെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അവർ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കുത്തും കോമയും ടൈപ്പിംഗ് എറർ ഒന്നും അല്ല, 2 സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അത് അങ്ങനെ വന്നതാണ്. അത് കൂടാതെ നമുക്ക് എത്ര കൺക്ലൂഷൻസ് ആണ്? 2 കൺക്ലൂഷൻസും. അപ്പൊ ഇതിൽ ഏത് കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, ഏത് കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ ബേസിക് ഇൻഇക്വാളിറ്റിയിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ ഈ സിമ്പലിന് പകരം നമ്മുടെ ഇൻഇക്വാളിറ്റി സിമ്പൽ ആയിരുന്നു അവിടെ ബേസിക് ഇൻഇക്വാളിറ്റിയിൽ ചോദിച്ചതെങ്കിൽ ഇവിടെ ചോദിക്കുക എന്താ? ഈ സിമ്പൽസ് ആയിരിക്കും. അപ്പൊ സാധാരണഗതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്താണ് മെജോറിറ്റി ആസ്പിറൻസും ചെയ്യുന്നത്. പക്ഷെ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ചില സമയത്ത് നമുക്ക് തെറ്റാനും ചാൻസ് ഉണ്ട്. ഒന്ന് മനസ്സിലാക്കിയാൽ 100% ആക്യുറസിയോട് കൂടിയിട്ട് അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒറ്റ മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എങ്കിൽ ഡയറക്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന സിമ്പലിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബോക്സിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മുടെ നേരത്തെ വരച്ച ബോക്സ് ഒന്ന് വരയ്ക്കാം. നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർത്തെടുത്തേ. നമ്മുടെ ബോക്സ് ഇതാണെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയൊക്കെയാ പ്ലേസ് ചെയ്തേ? താഴെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മുകളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നടുക്ക് ഈക്വൽ ടു. ഇതായിരുന്നു നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മടി വിചാരിച്ച് ഇതേ സിമ്പിൾസിനെ ഇതേ ബോക്സിന്റെ തന്നെ ഇവിടോട്ടും ഒന്നും എഴുതി വെക്കരുത്. അത് നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് വേറൊരു ബോക്സ് വരയ്ക്കാം, അതല്ലേ ഇച്ചിരി കൂടെ നല്ലത്. ഞാൻ ഇപ്പുറത്തേക്ക് വേറൊരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് കൺവേർട്ട് ചെയ്യാൻ മാത്രം നമുക്ക് പെന്നും പേപ്പറും മതി. ജസ്റ്റ് ഈ സിമ്പിൾസിനെ ഈ ബോക്സിലോട്ട് എഴുതാൻ മാത്രം നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ? പെന്നിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് ബോക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യം ഇവിടെ പറഞ്ഞേക്കുന്നത് ബി സ്റ്റാർ സി മീൻസ് ബി ഈസ് നോട്ട് സ്മോളർ ദാൻ സി. ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് സിയെ കാട്ടിൽ ചെറുതല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഒരു ചോദ്യം, സ്മോളർ ദാൻ സി എന്ന് പറഞ്ഞാൽ ഇവിടെ വരണ്ടായിരുന്നോ? സ്മോളർ ദാൻ സി മീൻസ് ഇവിടെ വരണമായിരുന്നു. ഓക്കെ, അപ്പൊ സ്മോളർ ദാൻ സി എന്ന് പറഞ്ഞാൽ അവിടെ വരണമായിരുന്നു. അതല്ല എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ലെസ് ദാൻ അല്ലെങ്കിൽ പിന്നെ എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ചില സമയങ്ങളിൽ ഇവിടെ ബി ലെസ് ദാൻ സി, അതായത് ബി സ്റ്റാർ സി മീൻസ് ബി ഈസ് നോട്ട് സ്മോളർ ദാൻ സി എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. നോട്ട് സ്മോളർ ദാൻ സി എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ സി അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. പക്ഷെ ആ ഒരു എക്സാമിന്റെ സമയത്ത് ചെറുതല്ലെങ്കിൽ ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും എന്ന് ഓർക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രം ഓർത്തിരിക്കുക. ബി സ്റ്റാർ സ്മോളർ ദാൻ സി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കാം, അതല്ല എന്ന് പറഞ്ഞാൽ നേരെ ഡയഗണൽ ഓപ്പോസിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റാറിന്റെ പൊസിഷൻ ഇവിടെ എവിടെ വരും? ഇവിടെ. ഡൗട്ട് ഉണ്ടോ? ആണെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ബി സ്റ്റാർ സി മീൻസ് ബി സ്മോളർ ദാൻ സി എന്നായിരുന്നെങ്കിൽ ഇവിടെ കൊടുത്തേനെ. അതാണെങ്കിൽ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നേരെ ഡയഗണൽ ഓപ്പോസിറ്റ് എന്നാ ഞാൻ പറഞ്ഞേ. ആണല്ലോ. അപ്പം അതല്ല, നമുക്കിപ്പോ ഇവിടെ താഴെ കൊടുക്കണ്ട. അടുത്തതെങ്കിൽ പറഞ്ഞ് എവിടെ കൊടുക്കും? ബി പെർസെൻറ്റേജ് സി മീൻസ് ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ സി. നോട്ട് എന്ന് പറയുന്നതില്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ സി എന്നായിരുന്നു എങ്കിൽ ഇവിടെ കൊടുത്തേനെ. പക്ഷെ അതല്ല എന്നല്ലേ പറഞ്ഞേക്കുന്നേ, നോട്ട് ഗ്രേറ്റർ ദാൻ സി എന്നല്ലേ. അപ്പൊ അതിന് നേരെ ഡയഗണൽ ഓപ്പോസിറ്റ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ സിംപ്ലി. എന്താണോ പറയുന്നത് അതാണെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുക, അല്ല എന്ന് പറഞ്ഞാൽ നേരെ ഡയഗണൽ ഓപ്പോസിറ്റ്. അടുത്തത് ബി എക്സ്ക്ലമേറ്ററി സി മീൻസ് ബി ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു സി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതല്ല എന്ന് പറഞ്ഞാൽ നേരെ ഡയഗണൽ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് എക്സ്ക്ലമേറ്ററി ഈസ് ഹിയർ. എങ്കിൽ ബി ഡോളർ സി മീൻസ് ബി ഈസ് നെയ്തർ സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു. സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതല്ല എന്ന് പറഞ്ഞാൽ നേരെ ഡയഗണൽ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ഡോളർ ഈസ് ഹിയർ. എളുപ്പമല്ലേ?
സിംപ്ലി അതാണെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ നോട്ടോ നെയ്തറോ ചേർത്ത് പറയുകയാണെങ്കിൽ നേരെ ഡയഗണൽ ഓപ്പോസിറ്റ്. നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ തെറ്റിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞേക്കട്ടെ. ഞാൻ പറഞ്ഞത് ആണെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഡയഗണൽ ഓപ്പോസിറ്റ് എന്നാ. നിങ്ങൾ ഇതിന് മുകളിൽ കയറ്റി എഴുതരുത് കേട്ടോ. ഓക്കെ, ഇനി റേസ് ടു സി, ബി റേസ് ടു സി മീൻസ് ബി ഇസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ സ്മോളർ ദാൻ. വലുതും അല്ല ചെറുതും അല്ല, പിന്നെന്താ? ഈക്വൽ. ദാറ്റ് മീൻസ് റേസ് ടു ഈസ് ഹിയർ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതങ്ങോട്ട് ബോക്സിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ബാക്കി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഡിക്ലറേഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഈ സിംബൽസിനെ നമ്മളുടെ ബോക്സിലേക്ക് മാറ്റുക, നത്തിങ് എൽസ്. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് കൺക്ലൂഷൻ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റാ. അപ്പൊ നമ്മൾ നേരത്തെ ഇൻഇക്വാളിറ്റിയിൽ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഇന്നാക്ക് ഇന്നാടടുക്കിലേക്ക് പോകാം, ഇന്നാക്ക് ഇന്നാടടുക്കിലേക്ക് പോകാമെന്ന് ഗേറ്റ് ത്രൂ നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെ ചെയ്യുമെന്ന് കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. $N. അതായത് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക. ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാമെന്നങ്ങ് അസ്യൂം ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? എന്നിന് എവിടെ പോകണം? ഈ ഇടയ്ക്ക് പോകണം. ഇത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എവിടെയാ നോക്കുക? ഈ സ്റ്റേറ്റ്മെന്റിലാ നോക്കുക. നിങ്ങൾ നോക്കിയപ്പോ എന്ന് ദേ ഇവിടെ, 1 സെക്കൻഡ്, നോക്കിക്കേ, എന്ന് ദേ ഇവിടെ കിടക്കുന്നു, ഈ ദേ ഇവിടെ കിടക്കുന്നു. അപ്പൊ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരാ? അതേണ്ട ഇവിടെയും ഒരു ഇ ഉണ്ട്, ഇവിടെയും ഒരു ഇ ഉണ്ട് ആണല്ലോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്നിന് ഈ അടുക്കൽ എത്തണം, ആദ്യത്തെ കാര്യം. അപ്പൊ എന്നിന് ഈ അടുക്ക പോകാൻ തേണ്ട ഈ വഴിയല്ലയോ നമുക്ക് പറ്റുക? വേറെ വഴിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ പോകുമെന്ന് നോക്കാം. എങ്ങനെ പോകാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കേ. ഇവിടെ ഇപ്പൊ 2 ഇ ഉണ്ട്, അതായത് കോമൺ ആയിട്ടുള്ള ആളാണ് ഇ. പക്ഷെ നമുക്കിവിടെ എന്നിനാണ് ഈ അടുക്കൽ എത്തേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് മാത്രം ആവശ്യമുള്ളൂ. അപ്പൊ നോക്കിക്കേ, എന്നെ എച്ചിന്റെ അടുക്കലെത്തി, എച്ച് ടിയുടെ അടുക്കലെത്തി, ടി ആറിന്റെ അടുക്കലെത്തി, ആർ ഇയുടെ അടുക്കലെത്തി. പോയ വഴി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സാധാരണ നമ്മൾ വായിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, നമ്മൾ എഴുതുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ പോയതും ലെഫ്റ്റ് ടു റൈറ്റാ. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നതെങ്കിൽ ഇവരുടെ നടുക്കുള്ള സെയിം സിംബൽസ് എടുക്കണം. ഏതൊക്കെയാ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല, നോക്കിയാൽ മാത്രം മതി. ഏതൊക്കെയാ നമുക്ക് സിംബൽസ് വന്നേക്കുന്നത്? സ്റ്റാർ, പെർസെൻറ്റേജ്, ഡോളർ ആൻഡ് റേസ് ടു. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ സെയിം സിംബൽസ്. ആ പോയ സിംബൽസ് നമ്മളുടെ ഈ ബോക്സിൽ എവിടെയാണെന്ന് നോക്കണം. ഇനി ആക്ച്വലി നമുക്ക് ഈ ബോക്സിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ബോക്സ് ഇതിന്റെ പൊസിഷൻസ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൊടുത്തതാണ്. നമുക്കിപ്പോ വന്ന സിംബൽസ് ഏതൊക്കെയാ? ഡോളർ, സ്റ്റാർ, പെർസെൻറ്റേജ് ആൻഡ് ഡോളർ റേസ് ടു. നിങ്ങൾ നോക്കിക്കേ, സ്റ്റാർ എന്ന് പറയുന്നത് മുകളിലും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് താഴെയാ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവര് 3 പേരും, അതായത് നമ്മൾ നമ്പർ കൊടുത്താൽ ഇത് 1, 1 2, 2 3, 3. ഈ 1ഉം 2ഉം 3ഉം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. നോക്കിക്കേണ്ട, ഇവര് 3 പേരും 1ഉം 2ഉം 3ഉം ഒരു ഗ്രൂപ്പാണ്. 1 ഉം 2 ഉം 3 എന്താണ്? വേറൊരു ഗ്രൂപ്പാണ്. ഇവര് തങ്ങളിൽ യാതൊരു ബന്ധവും ഇല്ല. ഈ എന്നെ ഈയുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ സിംബൽസ് എന്ന് പറയുന്ന സ്റ്റാർ, പെർസെൻറ്റേജ്, ഇവർ 2 പേരും 2 ഗ്രൂപ്പാ. അപ്പൊ നമ്മൾ ആദ്യം ആൾക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നതെങ്കിൽ സെയിം സിംബൽ. ആ എടുക്കുന്ന സിംബൽ ഒരാളും ഒരു ഗ്രൂപ്പിലെ, മറ്റേ ആൾ വേറൊരു ഗ്രൂപ്പിലെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ കൺക്ലൂഷൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇതങ്ങോട്ട് വരയ്ക്കുക. ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാമെന്ന് അസ്യൂം ചെയ്യാം. പോകുന്ന വഴി നോക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത് എങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ സെയിം സിംബൽ എടുക്കുക. നിങ്ങൾ നോക്കിയപ്പോൾ ആദ്യം തന്നെ സ്റ്റാറും പെർസെൻറ്റേജും, ഇവിടെ നോക്കിയപ്പോൾ സ്റ്റാർ മുകളിലും പെർസെൻറ്റേജ് താഴെ, ഒരാൾ മുകളിലും ഒരാൾ താഴെയും. തെറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരേ ഗ്രൂപ്പിലാണെങ്കിലോ? പറയാം. അപ്പൊ ഫസ്റ്റ് കൺക്ലൂഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഫസ്റ്റ് കൺക്ലൂഷൻ ക്ലിയർ ആയി. എങ്കിലും നമുക്ക് സെക്കൻഡ് കൺക്ലൂഷനിലേക്ക് വരാം. ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ കൺക്ലൂഷൻ $T പറഞ്ഞേ. എങ്ങനെയാ? ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാമെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാണ്. ടിക്ക് എവിടെ പോകണം? ഓയുടെ അടുക്ക പോകണം. നോക്കാം. ഇവിടെ ടി ഓയുടെ അടുക്ക പോയപ്പോ
ടി എന്ന് പറയുന്നത് ഇവിടെയും ഒ എന്ന് പറയുന്നത് ഇവിടെയാ. ഇത് രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റാ. അപ്പൊ എങ്ങനെ പോകും? നമ്മൾ ഇതുപോലത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 3 മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ കോമൺ ആയിട്ട് അവിടെ ആരുണ്ട് എന്ന് നോക്കണം. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നമ്മളുടെ ഉള്ളതാരാ? സോറി, അവിടെ അല്ലായിരുന്നേ, ഇവിടെയല്ല വരിക, ഇത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആളാണ് ഇ. വേണ്ട, നോക്കിക്കേ, ഇ എന്ന് പറയുന്ന ആള് നമുക്ക് കോമൺ ആണ്. സോ ഈ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയുടെ അടുക്ക പോകാൻ പറ്റും. അപ്പൊ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ നോക്കാം, ശ്രദ്ധിച്ചേ. വേണ്ട, ടി ആറിന്റെ അടുക്ക വന്നു, അതേപോലെ ആർ ഇയുടെ അടുക്ക വന്നു. ടി ഇപ്പൊ ആരുടെ വീട്ടിലിരിക്കുക? ഇയുടെ വീട്ടിലിരിക്കുക. ഇനി ഇയുടെ വീട്ടിൽ നിന്ന് എവിടെ വരാം? ഓയുടെ വീട്ടിലോട്ട് വരാലോ. പോയ വഴി മനസ്സിലായോ? ശ്രദ്ധിച്ചേ. അതായത് ആദ്യം ഒന്നും കൂടെ ഞാൻ പറയാം, ഇത് രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനാണ് ഞാൻ ഇവിടെ എക്സ്ട്രാ വരയിട്ട് കാണിച്ചേക്കുന്നത്. ടിക്ക് ഓയുടെ വീട്ടിൽ വരണം. ഇവിടെ രണ്ടെണ്ണം കോമൺ ആയിട്ടുള്ള ആള് ഇ ആണ്. ഈ ത്രൂ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുക. ടി ആറിന്റെ അടുക്ക വന്നു, ആറ് ഇയുടെ അടുക്ക വന്നു. ഓക്കെ, അത് ഇടത്തൂന്ന് വലത്തോട്ടാ പോയത്. ഇടത്തൂന്ന് വലത്തോട്ടാ പോയത്. ഇവിടുന്ന് ഇയുടെ അടുക്കേന്ന് എവിടെ എത്തണം? ഓയുടെ അടുക്കൽ എത്തണം. അത് വലത്തൂന്ന് ഇടത്തോട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇടത്തൂന്ന് വലത്തോട്ടും വലത്തൂന്ന് ഇടത്തോട്ടും ഒക്കെ പറയുന്നതിനകത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട്, അത് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇടത്തൂന്ന് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ സെയിം സിമ്പൽ എടുക്കുക, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ നോക്കിക്കേ, ആരൊക്കെയാ സിമ്പൽസ് വന്നേക്കുന്നത്? ഡോളറും റേസ് ടു. ഡോളറും റേസ് ടും സെയിം സിമ്പൽ ആണ്, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. പക്ഷേ ഇയിൽ നിന്ന് ഒയിലേക്ക് പോയത് വലത്തൂന്ന് ഇടത്തോട്ടാ. ഇടത്തൂന്ന് വലത്തോട്ടാണെങ്കിൽ സെയിം സിമ്പൽ, പക്ഷെ വലത്തൂന്ന് ഇടത്തോട്ടാണെങ്കിൽ സിമ്പലിന്റെ ഇൻവേഴ്സ് എടുത്തോണം. അല്ലാതെ ഇത് എക്സ്ക്ലമേറ്ററി താഴെയാണ് എന്നും പറഞ്ഞ് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പോകുന്നതെങ്കിൽ നമ്മൾ സിമ്പലിന്റെ ഇൻവേഴ്സ് എടുക്കണം. ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് 1 1 ഡാഷ് 2 2 ഡാഷ്. ഇവിടെ നടുക്കുള്ള സിമ്പൽ ആരാ? എക്സ്ക്ലമേറ്ററി. ആ എക്സ്ക്ലമേറ്ററിയുടെ ഇൻവേഴ്സ് ആരാ? നേരെ മുകളിൽ ആരാ? ഡോളർ. അപ്പൊ അവിടെയും കിട്ടിയ സിമ്പൽ എന്ത് തന്നെയാ? ഡോളർ തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടിയ സിമ്പൽസ്, പോയ വഴിയിൽ കിട്ടിയ സിമ്പൽസ് എന്ന് പറയുന്നത് എന്താണ്? സെയിമാ, സെയിം ഗ്രൂപ്പിലുള്ളവരാ. ഒന്ന് നോക്കിക്കേ, ഡോളർ, റേസ് ടു, ഡോളർ. ഇവര് 3 പേരും എന്താണ്? സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാരാ. അപ്പൊ സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പിലാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ സെയിം സിമ്പൽ, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ സിമ്പലിന്റെ ഇൻവേഴ്സ്. ബാക്കിയെല്ലാം സെയിം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരേ ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിലോ, വ്യത്യസ്ത ഗ്രൂപ്പ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, തെറ്റാണെന്ന് പറയാം. ഒരേ ഗ്രൂപ്പിലാണെങ്കിൽ അവരിൽ ഏറ്റവും ചെറുത് ആരാണെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചെറുതും വലുതും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, ജസ്റ്റ് നമ്പർ. ഇവിടെ നോക്കിക്കേ, 1ലും 2ലും 3ലും ആരാ ചെറുത്? 1. 1ഉം 2ടെ കമ്പയർ ചെയ്ത ചെറുതാരാ? 1. 2ഉം 3യും കൂടെ ചെറുതായി നോക്കിയാൽ ആരാ ചെറുത്? 2. അതേപോലെ 1 ഡാഷും 2 ഡാഷും കൂടെ നോക്കിയാൽ ചെറുതാരാ? 1 ഡാഷ്. 2 ഡാഷും 3 ഡാഷും കൂടെ നോക്കിയാൽ ചെറുതാരാ? 2 ഡാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഡോളറും റേസ് ടും ഡോളറും. ഈ ഡോളറും റേസ് ടും കൂടെ നോക്കിയാൽ ആരാ ചെറുത്? നമ്മളുടെ ഡോളർ അല്ലേ. അപ്പൊ ആ ഡോളർ തന്നെയല്ലേ കൺക്ലൂഷന്റെ നടുക്ക്. സോ എനിക്ക് എന്ത് പറയാം? ട്രൂ ആണ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ. നമ്മൾ ലെഫ്റ്റ് ആദ്യം ആരുടെ അടുക്കലോട്ട് പോകാം എന്ന് നോക്കണം. പോകുന്ന വഴി കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ സെയിം സിമ്പൽ, റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ സിമ്പലിന്റെ ഇൻവേഴ്സ് എടുക്കണം. കിട്ടിയ സിമ്പല് വ്യത്യസ്ത ഗ്രൂപ്പിലാണോ, ഒരാൾ മുകളിലോ ഒരാൾ താഴെയോ ആണെങ്കിൽ തെറ്റ്. സെയിം ഗ്രൂപ്പിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും ചെറുതാണോ കൺക്ലൂഷന്റെ നടുക്കെന്ന് നോക്കണം. എല്ലാ സിമ്പലൂടെ നോക്കണ്ട. ഇവിടെ ഇപ്പൊ വന്ന സിമ്പല് ഡോളറും റേസ് ടു ഡോളറും. ഇവർ ഈ മുകളിലത്തെ ഗ്രൂപ്പിലുള്ളവരാ അല്ലെ? ഈ ഡോളറും സ്റ്റാറും റേസ് ടു മുകളിലത്തെ ഗ്രൂപ്പിലുള്ളവരാ. ഇവരിൽ എല്ലാവരും കൂടെ ചെറുതല്ല, ഇതിൽ ഏറ്റവും ചെറുത് ആണോ കൺക്ലൂഷന്റെ നടുക്കെന്ന് നോക്കണം. അത്രയേ ഉള്ളൂ കാര്യം. ഇതിലും എളുപ്പമുള്ള മെത്തേഡ് കോഡഡ് ഇൻഇക്വാളിറ്റിക്ക് വേറെ ഇല്ല. ഓക്കെ, എങ്കിൽ ഇതേ സിമ്പിൾസ് വെച്ചിട്ട്, ഇതേ ബോക്സ് വെച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. ഈ ബോക്സ് എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ആജീവനാന്ത ബോക്സ് അല്ല. തരുന്ന ഡിക്ലറേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സിമ്പിൾസ് അനുസരിച്ച് ബോക്സ് മാറും. ഇതേ ബോക്സ് വെച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യാം. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തനിയെ നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയുക. ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പറയാം. ഓക്കെ,
എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളുടെ ഏറ്റവും പുതിയ ബാച്ചാണ് SBI PO എലീറ്റ് ബാച്ച്. നമ്മൾ 10,000+ വേക്കൻസീസുമായിട്ടാണ് ഈ വർഷം SBI നോട്ടിഫിക്കേഷനുമായിട്ട് വരിക അല്ലെ. നമുക്ക് ഏറ്റവും ഭാഗ്യവർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കണ്ടേ? SBI PO എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്. ഏതൊരു ബാങ്കിങ് ആസ്പിരൻസിന്റെയും ഡ്രീം ജോബാണ് SBI എന്ന് പറയുന്നത്. സോ അത് അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓൾറെഡി നമ്മളുടെ ഓൾറെഡി നമ്മളുടെ അഡ്മിഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാനാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് പ്രിലിംസും മെയിൻസും എല്ലാം ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനും എൻറ്റയർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിച്ചോളുക. ഓൾ ദ ബെസ്റ്റ്.